ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. ഞങ്ങൾക്കും സുഖം തന്നെയാണ്. ഇന്ന് വന്നേക്കുന്നത് നല്ലൊരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ പുരിക നന്നായിട്ട് കട്ടിയിൽ വളരാനും നല്ല കറുപ്പ് കിട്ടാനും പറ്റിയ ഒരു അടിപൊളി ഒരു സിറം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു ഹോം മെയ്ഡ് സിറം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇത്. നമ്മൾ ഡെയിലി രാവിലെയും വൈകുന്നേരവും ഒന്നോ രണ്ടോ തുള്ളി എടുത്ത് നമ്മുടെ പുരികത്തങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പുരിക നല്ല കട്ടിയിൽ തന്നെ വളരും കേട്ടോ. നല്ല കട്ടിയിൽ അടിപൊളിയായിട്ട് തന്നെ വളരും. അതിൻ്റെ മുമ്പേ എൻ്റെ പുരികം നല്ല കട്ടിയുള്ളത് തന്നെയാണ്. പണ്ടേ എൻ്റെ പുരികം നല്ല വണ്ണം കട്ടി നല്ല കറുപ്പൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മുടി പൊഴിയുന്ന പോലെ തന്നെ എൻ്റെ പുരികവും അതുപോലെ തന്നെ പുരികത്തിൽ ഒരു വളർച്ചയില്ല, അതൊരു മന്ദഗതി തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ അയൺ ഗുളികയും അതൊക്കെ കഴിച്ച് അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ആവണക്കെണ്ണ കിടക്കാൻ നേരത്ത് സ്ഥിരമായിട്ട് ഒന്നോ രണ്ടോ തുള്ളിയൊക്കെ എടുത്ത് പുരികത്തങ്ങ് തേച്ച് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തത് ഇതേപോലെ ഒന്ന് മസാജും കൂടെ ചെയ്തിട്ടാണ് രാത്രി എന്നും കിടക്കാറ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവണക്കെണ്ണ തന്നെ നിങ്ങൾക്ക് പുരികത്ത് തേച്ച് കൊടുക്കാം. അതും പുരികം നന്നായിട്ട് വളരാനും പുരികത്തിൽ നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ നല്ലതാണ്. അല്ലെങ്കിൽ ഈ ഒരു ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു സിറം നിങ്ങൾക്ക് വേണമെങ്കിൽ പുരികത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ എന്നാലും വളരും കേട്ടോ. എല്ലാ ദിവസവും തേച്ച് കൊടുക്കണം. ഒന്നോ രണ്ടോ ദിവസം തേച്ച് കൊടുത്തിട്ട് പുരികം വളർന്നില്ല എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കരുത്. എല്ലാ ദിവസവും തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ കണ്ടമാനം നിങ്ങൾ അതെടുത്ത് പുരികത്ത് നല്ലോണം നല്ല കട്ടിയിലങ്ങ് വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അങ്ങ് തേച്ച് കൊടുക്കരുത്. ഒന്നോ രണ്ടോ തുള്ളി മാത്രം മതി നമ്മുടെ ഈ ഒരു പുരികത്തിന് കേട്ടോ. അത്ര മാത്രം മതി. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ രീതിയിൽ മസാജും കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പുരികമൊക്കെ വളരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സിറം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സിറം തന്നെ ഉണ്ടാക്കിയാലോ. ഉണ്ടാക്കാനായിട്ട് നമുക്ക് അലോവേറ ജെല്ല് വേണം കേട്ടോ. ഞാനിതാ അലോവേറ ജെല്ലൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂൺ അളവിൽ അലോവേറ ജെല്ല് എടുക്കുക. ഇതൊരു ചെറിയ സ്പൂണായിട്ട് എടുത്തേക്കുന്നത്. ഈ സ്പൂൺ അളവിൽ എടുത്തോളൂ കേട്ടോ. അപ്പം 3 സ്പൂൺ അളവിൽ അലോവേറ ജെല്ല് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ആവണക്കെണ്ണ വേണം കേട്ടോ. അതാ ഞാൻ ഉപയോഗിക്കുന്നത് തെളിവാണ് കണ്ടോ. ഇവിടം വരെ എത്തിയിട്ടുണ്ട്, തീരാറായിട്ടാ. അപ്പം 1 സ്പൂൺ അളവിൽ ആവണക്കെണ്ണ എടുക്കാം. ഇവിടെ ഒന്നും വെക്കാൻ സൗകര്യമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അലോവേറ ജെല്ല്, ആവണക്കെണ്ണ. പിന്നെ വേണ്ടത് ബദാം ഓയിലാണ്. അതും 1 സ്പൂൺ അളവിൽ എടുക്കുക. ആവണക്കെണ്ണയും ബദാം ഓയിലും 1 സ്പൂൺ അളവിലെടുക്കുക. അലോവേറ ജെല്ല് 3 സ്പൂൺ അളവിലെടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ വൈറ്റമിൻ ഇ ഗുളിക, അത് ഒരെണ്ണം മതിയേ. ഇതും കൂടി നമുക്ക് ഇതിലോട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാവേ. വൈറ്റമിൻ ഇ ഗുളിക ഞാൻ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെ ചേർത്ത് കൊടുത്തു? അലോവേറ ജെല്ല്, പിന്നെ ആവണക്കെണ്ണ, ബദാം ഓയിൽ, വൈറ്റമിൻ ഇ ഗുളിക, ഈ 4 സംഭവങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഇത്തിരി ഒരു ക്രീം പരുവത്തിൽ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലൊരു ചില്ലൊരു ഡപ്പിയിലോ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വയ്ക്കുക. ഇത് നമുക്കത് പുറത്തെടുത്ത് വെച്ചാലും പ്രശ്നമില്ല കേട്ടോ, കേടാവത്തില്ല. നമുക്ക് എല്ലാ ദിവസവും തേച്ച് കൊടുക്കാം. ഈ ഒരു അലോവേറ ജെല്ല് എടുത്തുകൊണ്ട് നമ്മൾ നാച്ചുറൽ അലോവേറ ജെല്ല് എടുക്കുകയാണെങ്കിലോ പെട്ടെന്ന് കേടാവില്ലേ. അപ്പോൾ ഇത് കേട് വരാതെ ഇരുന്നോളൂ കേട്ടോ. അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മുടിയിൽ നിന്ന് നമ്മുടെ പുരികത്തങ്ങ് തേച്ച് കൊടുക്കുന്നത്. എല്ലാ ദിവസവും തേച്ച് കൊടുക്കുക കേട്ടോ. രാവിലെയും വൈകുന്നേരമൊക്കെ തേച്ച് കൊടുക്കാം. ഒരുപാടൊന്നും തേച്ച് കൊടുക്കണ്ട, കുറച്ചെടുക്കുക. എന്നിട്ട് പുരികത്ത് നല്ലോണം അങ്ങ് ഇങ്ങനെയും തേച്ച് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഇത് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കട്ടി തോന്നുന്നുണ്ട്. അത് നമ്മൾ ആവണക്കെണ്ണയുടെ ആണ് കേട്ടോ. അതിന് 1 തുള്ളിയെ തേക്കുന്നുള്ളേ.
നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ആവണക്കണ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് ആക്കി എടുക്കണത്. നമുക്ക് എരിഞ്ഞിട്ട് എപ്പിക്കാത്തെങ്കിൽ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.